ഖുശൂഇല്ലാത്ത നിസ്കാരം സഹീഹാവുമെന്ന് ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. എന്നാൽ മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ അസ്സാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ ഒരു മഹാനായ വലിയ ഒരാളുടെ അടുക്കലേക്ക് നിങ്ങൾ ഒരു സാധനം വാങ്ങി, ഒരാളോട് നിങ്ങൾ ഒരു സാധനം വാങ്ങി, അത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള ബാധ്യത എത്രയാണ്? നമ്മളൊരു സാധനം വാങ്ങി അയാളേക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ആ സാധനത്തിന് വല്ല കേടുപാടുകളും വന്നുകൊണ്ട് നിങ്ങൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ, അത് നല്ല സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാതെ അത് നമ്മൾ അവനിലേക്ക് ചാടി എറിഞ്ഞുകൊണ്ട് നമ്മൾ അത് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ആള് നമ്മോട് എങ്ങനെ പ്രതികരിക്കുന്നുണ്ടോ അങ്ങനെയാണ് നാം ഓരോരുത്തരും നമ്മുടെ നിസ്കാരത്തിൽ നല്ല ഭയഭക്തിയോടെ നല്ല പൂർണ്ണമായ ഇഖ്ലാസോടുകൂടെ നമ്മൾ മുന്നിട്ടില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം പായായി പോകുമെന്ന് ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ അസ്സാലി അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് മഹാനവർകൾ വിശദീകരിക്കുകയാണ്, എന്റെ സഹോദരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം, മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം. നമുക്ക് നിസ്കാരത്തിൽ പലപ്പോഴും പല ചിന്തകളും കടന്നു വരാറുണ്ട്. അതിന് പരിഹാരമായിക്കൊണ്ട് അതാ അവിടുന്ന് അസ്സാലി ഇമാം നിസ്കാരത്തെ അതാ ഉദാഹരണമാക്കുകയാണ് ഒരു ജീവിയോട്. അന്നലിസ്വലാത്തി സൂറത്തൻ സവ്വറഹാ റബ്ബുൽ ആലമീൻ, അതേ ജമാനനായ റബ്ബ് നിസ്കാരത്തിന് ഒരു രൂപം നൽകിയിട്ടുണ്ട്. സവ്വറഹാ റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിസ്കാരത്തിന് ഒരു രൂപം നൽകിയിട്ടുണ്ട്. കമാ സവ്വറൽ ഹയവാന മസലാ, അതേ ഒരു ജീവിക്ക് രൂപം നൽകിയത് എങ്ങനെയാണോ അതേപോലെ നിസ്കാരത്തിനും അല്ലാഹു ഒരു രൂപം നൽകിയിട്ടുണ്ട്, ഒരു ജീവൻ നൽകിയിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് വിശദീകരിക്കുകയാണ്, ഫൽ ഇഖ്ലാസു വന്നിയ്യതു ഫീഹാ യജ്രി മജ്റർ റൂഹ്, ഒരു ജീവിക്ക് ആത്മാവുള്ളതുപോലെ, മനുഷ്യന് ആത്മാവുള്ളതുപോലെ, മറ്റ് ജീവികൾക്ക് ആത്മാവുള്ളതുപോലെ വിശുദ്ധമായ നിസ്കാരത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് അത് ഇഖ്ലാസാണ്, പരിപൂർണമായുള്ള മുന്നിടലാണ്. ഞാൻ നിസ്കരിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാവലാണ്. അള്ളാഹുവിനെ പുകഴ്ത്തുന്നു എന്ന് ആ നിസ്കാരത്തിൽ നമ്മൾ കരുതലാണെന്ന് അവിടുന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ അസ്സാലി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിയ്യത്തും അതുപോലെ നാം നിയ്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫർള് നിസ്കാരം നിസ്കരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങളിൽ അവന്റെ നിയ്യത്തിൽ കടന്നു വരേണ്ടതുണ്ട്. ഏതൊരു അമലിനും നിയ്യത്ത് കൊണ്ടാണ് സ്വീകാര്യതയെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന്റെ സ്വീകാര്യതയും അതിന്റെ നിയ്യത്തിലുണ്ട്. കാരണം നിസ്കാരത്തിന്റെ ആത്മാവാണ് നിയ്യത്തെന്ന് നമ്മ മഹാന്മാര് പഠിപ്പിക്കുകയല്ലേ. ആ നിയ്യത്തിൽ നമ്മൾ ഇന്ന് ഫർള് നിസ്കാരമാണെങ്കിൽ നാം ആ നിസ്കാരം ഏതാണെന്ന് നാം കരുതണം. ഇന്ന നിസ്കാരമാണ് ഫർളാണെങ്കിൽ ഫർളാണെന്ന് കൂടെ കരുതണം. അതുപോലെ ഞാൻ നിസ്കരിക്കുകയാണെന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ നാം നിസ്കാരത്തിലേക്ക് മുന്നിടേണ്ടതുണ്ട്. അതെ, അപ്പൊ മഹാനവർകൾ പറയുകയാണ്, ആ നിസ്കാരത്തിന്റെ ആത്മാവാണ് നിയ്യത്തും ഇഖ്ലാസും. പിന്നെ പറയുകയാണ്, വൽ ഖിയാമു വൽ ഖുഊദു യജ്രി മജ്റൽ ബദനി, അതെ നിസ്കാരത്തിലുള്ള നമ്മുടെ നൃത്തവും ഇരുത്തവുമില്ലേ, നമ്മൾ നിസ്കരിക്കുന്നില്ലേ, നമ്മൾ ഇരിക്കുന്നില്ലേ, അതെല്ലാം ആ നിസ്കാരത്തിന്റെ ശരീരമാണ്. നല്ല ഒരു ശരീരമില്ലാതെ ഒരു ആത്മാവിനും ആ ശരീരത്തിൽ നല്ല രൂപത്തിൽ വസിക്കാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മുടെ നൃത്തത്തിലും നമ്മുടെ ഇരുത്തത്തിലും നമ്മുടെ നിയ്യത്തിലും നമ്മുടെ ഇഖ്ലാസിലും എല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ആത്മാർത്ഥമായ നമ്മുടെ നിസ്കാരമായ അല്ലാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുന്നത്. അല്ലാഹു ആ തരത്തിലുള്ള നിസ്കാരമായി നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. എന്നിട്ട് മഹാന
മഹാനവറുകൾ പറയുകയാണ്, വറുകൂഉ വസ്സുജൂദു യജ്രി മജ്റർ റഅസി വൽ യദി വറജുലി വർരിജ്ലി. അതെ, ആ നിസ്കാരത്തിലുള്ള റുകൂഇലെ സുജൂദിലെ ആ റുകൂഉം സുജൂദുമെല്ലാം അതെ ആ നിസ്കാരത്തിന്റെ തലയും കയ്യും കാലുമാണ്. അപ്പൊ ഒരു ജീവിയെ പറ്റി പറഞ്ഞുകൊണ്ട് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി തങ്ങൾ പറയുകയാണ്, ആ നിസ്കാരത്തിലുള്ള ആത്മാർത്ഥത, ഇഖ്ലാസ്, അതുപോലെ നിയ്യത്ത് ആ നിസ്കാരത്തിന്റെ ആത്മാവാണ്. അതുപോലെ ആ നിസ്കാരത്തിലുള്ള നൃത്തവും ഇരുത്തവും അതിന്റെ ശരീരമാണ്. അതുപോലെ ആ നിസ്കാരത്തിലുള്ള സുജൂദും റുകൂഉമെല്ലാം അതിന്റെ കയ്യും കാലും തലയുമാണെന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, വ ഇക്മാലുർ റുകൂഇ വസ്സുജൂദി ബിത്തുമഈനതി. അതെ, ആ നിസ്കാരത്തിന്റെ പരിപൂർണത ലഭിക്കുന്നത് സുജൂദിലും റുകൂഇലുമൊക്കെ നാം തുമഈനത്ത് നല്ല അടക്കത്തോടുകൂടെ, നല്ല ശ്രദ്ധയോടുകൂടെ, നല്ല ആത്മാർത്ഥതയോടുകൂടെ നാം നിർവഹിക്കുന്ന സമയത്താണ് ആ നിസ്കാരം പരിപൂർണമായ നിസ്കാരമാകുന്നത്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ എല്ലാ രൂപങ്ങളും നല്ല രൂപത്തിൽ ചെയ്യുമ്പോഴാണ് ആ നിസ്കാരത്തിന്റെ രൂപം നല്ല ഭംഗിയുള്ള രൂപമാണെങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ നിസ്കാരം നല്ല ഭംഗിയുള്ളതാകണമെങ്കിൽ അത് യജ്രി മജ്റൽ ഹുസ്നൽ അഅ്ലാ, അതിലെ ഓരോ അംഗത്തിനും ആ ഗുണം എങ്ങനെയാണോ അത് ഒരു വികലാംഗനായ മനുഷ്യന്റെ രൂപത്തിൽ ആ രൂപത്തിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടോ ആ മാറ്റത്തിനനുസരിച്ച് അവന്റെ ഭംഗി നഷ്ടപ്പെടുന്നത് പോലെ നിസ്കാരത്തിൽ നാം എത്രത്തോളം അത് ശ്രദ്ധ പുലർത്തുന്നുണ്ടോ, ഓരോ റുകൂഇലും സുജൂദിലും അങ്ങനെ തുടങ്ങി നിസ്കാരത്തിന്റെ ഓരോ ചലനങ്ങളിലും നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടോ അത്രത്തോളം ആ നിസ്കാരം അള്ളാഹുവിന്റെ അടുക്കൽ ഭംഗിയുള്ളതാണെന്ന് ഗസാലി ഇമാം അവിടുന്ന് വിവരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ആ നിസ്കാരത്തിൽ നമ്മൾ അതിന്റെ അർത്ഥങ്ങളെ ചിന്തിക്കണം. നിസ്കാരത്തിലുള്ള ദിക്റുകള് ഈ സമയത്ത് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ആ ദിക്റുകളുടെ അർത്ഥം അറിയുന്നവരാണ്. ഫാത്തിഹയുടെ അർത്ഥം അറിയുന്നവരാണ് പലരും. അതുപോലെ ആ നിസ്കാരത്തിന്റെ ഇടയ്ക്കുള്ള ദുആകള് ദിക്റുകളെ അർത്ഥം അറിയുന്നവരാണ്. എങ്കിൽ ആ ദിക്റുകളുടെ ആ ദുആകളിലുള്ള ഒക്കെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ആ നിസ്കാരത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആ നിസ്കാരത്തിൽ പരിപൂർണമായ രൂപം നൽകുന്നതെന്ന് അതേ അബൂ ഹാമിദുൽ ഗസാലി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോ കൈയില്ലാതെ, കണ്ണില്ലാതെ, നാക്കില്ലാതെ, മൂക്കില്ലാതെ നമ്മൾ നമ്മളെ രാജാവിലേക്ക് അടുത്താൽ നമുക്കത് സമർപ്പിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ ആ നിസ്കാരത്തെ കൈയില്ലാത്ത, കാതില്ലാത്ത, കണ്ണില്ലാത്ത നിസ്കാരമായി കൊണ്ട് സമർപ്പിക്കാതെ നല്ല രൂപത്തിൽ പരിപൂർണമായ ഇഖ്ലാസോടുകൂടെ നാം സമർപ്പിക്കേണ്ടതുണ്ട്. ഒരു രാജാവിന്റെ മുമ്പിൽ കാണിക്കയായിക്കൊണ്ടൊരു ജീവിയെ നമ്മൾ നൽകുമ്പോൾ ആ ജീവിക്ക് കൈയില്ലെങ്കിൽ, ആ ജീവിക്ക് കണ്ണില്ലെങ്കിൽ, ആ ജീവിക്ക് ചെവിയില്ലെങ്കിൽ അതെ അതിന് എത്രത്തോളം ആ രാജാവിന്റെ അടുക്കൽ നമുക്ക് സ്വീകാര്യത ലഭിക്കുന്നു, അതുപോലെ അതെ ഈ ജീവനുള്ള നമ്മുടെ നിസ്കാരമില്ലേ, ആ നിസ്കാരത്തിൽ നമ്മൾ സൂക്ഷ്മത കാണിച്ചില്ലെങ്കിൽ യജമാനനായ റബ്ബിന്റെ അടുക്കൽ അതെ ആ നിസ്കാരം വികലാംഗന്റെ നിസ്കാരമാണ്, കണ്ണില്ലാത്ത നിസ്കാരമാണ്, ചെവിയില്ലാത്ത നിസ്കാരമാണ്. അങ്ങനെ നമ്മൾ മുന്നിടുകയാണെങ്കിൽ അത് വികലാംഗനെ പോലെയാണെന്ന് അതാ ഹാമിദുൽ ഗസാലി, മഹാനായ അബൂ ഹാമിദുൽ ഗസാലി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നിസ്കാരം നമ്മൾ മരിച്ച് നമ്മൾ ചെല്ലുന്ന സമയത്ത് അങ്ങനെ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം അതാ മഹ്ശറിൽ വെച്ചുകൊണ്ട് പറയും, ലയ്യകല്ലാഹു കമാ ലയ്യകനീ, അതെ എന്നെ പായാക്കിയതുപോലെ റബ്ബേ ഇയാളെയും നീ പായാക്കണേ റബ്ബേ എന്ന് നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ നിസ്കരിച്ച് മുനാഫിഖീങ്ങളെ നിസ്കാരം നിസ്കരിച്ച് നിസ്കാരത്തിൽ ഭയഭക്തിയില്ലാതെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ലാതെ അദ്കാറുകളെ കുറിച്ച് ചിന്തിക്കാതെ അള്ളാഹുവിനെ പുകഴ്ത്താതെ കണ്ണില്ലാത്ത, കൈയില്ലാത്ത, കാതില്ലാത്ത ആ നിസ്കാരങ്ങളുമായി നാം ചെല്ലുമ്പോൾ ആ
നിസ്കാരം നമുക്ക് വേണ്ടി എതിരായി കൊണ്ട് പ്രാർത്ഥിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. ആ മുനാഫിക്കിന്റെ നിസ്കാരത്തെ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണേ, നമ്മൾ ശ്രദ്ധിക്കണേ. നമ്മുടെ നിസ്കാരം നല്ല രൂപത്തിൽ പരിപൂർണമായി കൊണ്ട് ഇഖ്ലാസോടുകൂടെ നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തക്ബീറിലേക്ക് നമ്മളങ്ങ് തക്ബീർ ചൊല്ലി കൈകൊട്ടുമ്പോൾ അത് നിസ്കാരത്തിന്റെ സത്തയാണെന്ന് മനസ്സിലാക്കി അല്ലാഹുവിൽ എല്ലാ സമർപ്പണവും നടത്തി എല്ലാത്തിൻ്റെയും അധികാരമുള്ള യജമാനനെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ വിനയമുള്ളവരായിക്കൊണ്ട് അതെ എനിക്കൊന്നിനും സാധിക്കുകയില്ല, അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ എനിക്കൊന്നിനും കഴിയില്ല, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനോ എനിക്ക് മറ്റു കർമ്മങ്ങൾ ചെയ്യാനോ സാധിക്കുകയില്ല എന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടെ നമ്മൾ മുന്നിടണം. അല്ലെങ്കിൽ അതാ ആ നിസ്കാരത്തിലെ ആകാശത്തിലേക്ക് ഉയർത്തുമ്പോൾ ആ ആകാശങ്ങളൊക്കെ അങ്ങ് കൊട്ടിയടക്കപ്പെടും. എന്നിട്ട് നിന്റെ നിസ്കാരമില്ലേ, നീ ശ്രദ്ധിക്കാതെ ആത്മാർത്ഥതയില്ലാതെ നീ ഭാരമായിക്കൊണ്ട് നീ മടിയനായിക്കൊണ്ട് കണ്ടു നിസ്കരിച്ച ആ നിസ്കാരമില്ലേ, ആ നിസ്കാരം നിന്നിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പരിപൂർണമായ ആത്മാർത്ഥതയോടുകൂടെ നാം എല്ലാവരും ആ നിസ്കാരത്തിലേക്ക് കടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നാം പറഞ്ഞതും നമ്മൾ ചെയ്തതുമായ മുഴുവൻ അമലുകളും നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നിസ്കാരവും നമ്മുടെ ഇബാദത്തും നമ്മുടെ എല്ലാ കർമ്മങ്ങളും അല്ലാഹു പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ട് ഈ വിശുദ്ധ റമളാനിൽ വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മളെ മാതാപിതാക്കൾ, നമ്മളെ ഭാര്യ സന്താനങ്ങൾ, നമ്മളെ സ്നേഹിക്കുന്നവര്, നമ്മളെ ഇഷ്ടം വെക്കുന്നവര്, നമ്മുടെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാ ആളുകളെയും അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ റമളാനിന്റെ ഈ മഗ്ഫിറത്തിന്റെ 10 പാപമോചനം ലഭിക്കുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. പലരും പല ആവശ്യങ്ങൾക്കും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണേ അല്ലാ. എല്ലാവിധ ബുദ്ധിമുട്ടുകളെ തൊട്ടും നീ കാക്കണേ റഹ്മാനെ. എല്ലാ കടബാധ്യതകളെ തൊട്ടും നീ കാക്കണേ റഹ്മാനെ. രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ.